ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയുന്നതുകൊണ്ട് മാത്രം പറയുവാണ്. ഞാൻ പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. 4 കുപ്പി ബ്ലഡ് അടച്ചിട്ടും ബ്ലീഡിങ് നിൽക്കാത്ത സാഹചര്യം. അപ്പോൾ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട സാഹചര്യം വരെ വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടൂസ്. ഭയങ്കര ശല്യക്കാരനാണ് കേട്ടോ. മോനെ ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്, ഹായ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് കൊടുക്കും മക്കളെ. ഹായ്. ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോനെ ഉറക്കി കിടത്തിയിട്ടോ കിടത്തിയിരുന്നത്. ആൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പം ഉറങ്ങുന്ന സമയത്താണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു 3 മാസത്തോളമായി. കാരണം നമുക്ക് ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ 90 ദിവസം ആവാൻ പോണു. പിന്നെ വീഡിയോ ചാനൽ കട്ടായി പോകാതിരിക്കാൻ വേണ്ടി കുഞ്ഞു ഷോർട്ട് വീഡിയോ ഒക്കെ ഡെയിലി ഇടുന്നില്ല, ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വീഡിയോ ഇടാനുള്ള സാഹചര്യമല്ല. കാരണം കുഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. അവനെ ഇപ്പോൾ ഉറക്കി കിടത്തിയിട്ട് ആണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് പറയുന്നത്. ഡെലിവറി സ്റ്റോറി അത് അത്ര നല്ല സുഖകരമൊന്നും അല്ല. ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഡെലിവറി എൻ്റെ രണ്ടാമത്തത്. എൻ്റെ മൂത്ത മോനെ പ്രസവിച്ച സമയത്ത് എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഡെലിവറി ഇച്ചിരി ഏജ്ഡ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. എനിക്ക് ഇപ്പോൾ ഡെലിവറി ആയ സമയത്ത് പ്ലാസൻ്റ പ്രീവി ആയിരുന്നു. ആദ്യം തന്നെ ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ ഡോക്ടർ പറഞ്ഞ് നല്ല ബെഡ് റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എനിക്ക് ബെഡ് റെസ്റ്റ് എടുക്കാനുള്ള സാഹചര്യം അതൊക്കെ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ആണ് നിർത്തിയിരുന്നത്. എൻ്റെ പ്ലാസൻ്റ പ്രീവിയിൽ ഞാൻ ലാസ്റ്റത്തെ 8-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടും കാര്യമൊക്കെ ആയിരുന്നു. പേടിച്ചതുപോലെ തന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലാണ് ഡെലിവറി കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ തന്നെ നോക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഒരു 8-ാം മാസം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് വന്നു. ഞാൻ വീട്ടിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ 8-ാം മാസം ലാസ്റ്റൊക്കെ ആയപ്പോൾ ബ്ലീഡിങ് കണ്ടുകൊണ്ട് ഞാൻ ചേട്ടനെ അറിയിച്ചു. ചേട്ടൻ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും നമ്മൾ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ അവിടെയാണ് ഡെലിവറി നടത്താമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം നമുക്ക് പോയി വരാനുള്ള സാഹചര്യം എല്ലാം കൊണ്ട് ആ ഹോസ്പിറ്റലാണ് നമുക്ക് ബെറ്റർ. അപ്പോൾ അവിടെ ഞാനും ചേട്ടൻ്റെ അമ്മയും ചേട്ടനൂടെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. എന്നാൽ രാത്രിയാണ് പോയത്. വൈകുന്നേരത്തായിരുന്നു ബ്ലീഡിങ് കണ്ടത്. അന്ന് രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവിടെ ചെന്ന ഉടനെ പിന്നെ അവിടെ ഏക്കത്തില്ല. അവർ മെഡിക്കൽ കോളേജിലോട്ട് പോകണം, ഇവിടെ ഇനി ഇത് നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം അത്രയും കണ്ടീഷൻ മോശമായിരുന്നു. എന്നെ നടക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഡോക്ടർ വീൽ ചെയർ ഇരുത്തിയിട്ട് ഉടനെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലാണെങ്കിൽ ചേട്ടൻ്റെ പെങ്ങളും പിന്നെ അനിയൻ്റെ ഭാര്യ എല്ലാവരും വന്നിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോനെ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. നമ്മൾ അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. 8-ാം മാസം ആയതുകൊണ്ട് തന്നെ 8-ാം മാസം ലാസ്റ്റ് അതുകൊണ്ട് തന്നെ ഡെലിവറി പെട്ടെന്ന് കാണത്തില്ല, വല്ല ഗുളികയും തന്ന് വിടുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇത് നല്ലവണ്ണം കണ്ടീഷൻ മോശമാണെന്ന് പറഞ്ഞിട്ട് ഒരു ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. അപ്പോൾ തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ നമ്മൾ ആശാരിക്കുളമാണ്, നാഗർകോവിൽ അടുപ്പിച്ച് പോകണം, നല്ല ദൂരമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് ചേട്ടൻ്റെ അമ്മയാണ് കൂടെ വന്നിട്ടുള്ളത്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു എൻ്റെ അമ്മ. ക്യാൻസറാണ് അമ്മയ്ക്ക്. ഞാനങ്ങനെ കൂടുതൽ ആരുടെടുത്തും ഇതൊന്നും പറഞ്ഞിട്ടില്ല വീഡിയോയിലൊന്നും. അപ്പോൾ അമ്മയ്ക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒന്നും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം എൻ്റെ അമ്മ അത്രയ്ക്കും സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ കുറേ നാൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ലാസ്റ്റ് രക്ഷപ്പെട്ടു എന്നുള്ള സിറ്റുവേഷൻ വന്നിട്ടാണ് വീണ്ടും വയ്യാതായത് അമ്മയ്ക്ക്. അപ്പോൾ അമ്മയുടെ ആ ഒരു വിഷമം, അമ്മ ഇങ്ങനെ സീരിയസ് ആണെന്ന് എൻ്റെ അനിയൻ എപ്പോഴും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അമ്മയുടെ ആ ഒരു വിഷമം ഒരു വശത്ത്, പിന്നെ എൻ്റെ ഈ പ്രശ്നം
വേറൊരു വശത്ത്. എല്ലാം കൊണ്ടും ഒരുമാതിരത്തെ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് ഈ ഡെലിവറി സമയത്ത്. നേരെ നമ്മൾ ആശാരിക്കുളത്ത് രാത്രി പോയി. ഒരു രാത്രി 12 മണിയൊക്കെ ആയപ്പം ഹോസ്പിറ്റലിൽ ആശാരിക്കുളത്തെത്തി. പെട്ടെന്ന് തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു, എല്ലാ കാര്യം ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് യൂറിൻ ട്യൂബൊക്കെ അപ്പോഴേ എനിക്ക് ഇട്ട് തന്നു. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനാ പാടില്ല. നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കറക്റ്റ് ആയില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി ലേറ്റായിട്ട് പ്രസവം നടത്തുള്ളൂ. എന്നിരുന്നാലും സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും. നല്ലവണ്ണം എനിക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല, 3 മാസം കഴിഞ്ഞില്ല. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു നല്ല ഓർമ്മയില്ല. എന്നിരുന്നാലും നമ്മൾ ബെഡിൽ തന്നെ കിടത്തിയാണ് ഹോസ്പിറ്റലിൽ. ഒരാഴ്ച ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്നു. അടുത്ത ആഴ്ച നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു, CS ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്നും വന്നിട്ട് എല്ലാവർക്കും നമ്മൾ അങ്ങോട്ട് പോയി സ്കാൻ ചെയ്യണം. ഡോക്ടറിൻ്റെ ഇരിക്കുന്ന റൂമിലാണ് സ്കാനിങ്ങിൻ്റെ മെഷീനും എല്ലാ കാര്യങ്ങളും. പക്ഷേ എനിക്ക് മാത്രം സ്കാനിങ്ങിൻ്റെ മെഷീൻ കൊണ്ടുവന്ന് ഞങ്ങൾ ബെഡിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാമായിരുന്നു. വയറ് നോക്കുന്ന കാര്യങ്ങളും കുഞ്ഞിൻ്റെ വെയിറ്റും കാര്യമെല്ലാം നോക്കുമായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് വേഗം CS ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ തന്നെ ഓപ്പറേഷൻ കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ മൂത്ത മോനെ ഒറ്റയ്ക്ക് വീട്ടിൽ ആക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ സ്വന്തക്കാരൊക്കെ ഉണ്ടെന്നത് അവരോട് നിൽക്കുന്നില്ല. അവന് എന്നെ കാണണമെന്ന് വാശി പിടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ കൂടെ നിർത്തിയിരിക്കുകയായിരുന്നു. രാവിലെയൊക്കെ ചേട്ടൻ പുറത്താണ്, ചേട്ടൻ ഹോസ്പിറ്റലിന് വെളിയിൽ നിൽക്കുക. അമ്മ അകത്ത് ആണുങ്ങളൊന്നും കേട്ടതില്ല. അമ്മയും ഞാനും മാത്രം അകത്ത്. അപ്പോൾ അവനാണെങ്കിൽ രാവിലെയൊക്കെ ഡോക്ടർ ചെക്കപ്പിന് വരുന്ന സമയത്ത് കൊച്ചുകളെയും കൂടെ കണ്ടാൽ വഴക്ക് പറയുന്നതുകൊണ്ട് രാവിലെ അങ്ങ് ഞാൻ ചേട്ടനോട് പറഞ്ഞു വിടും. അവൻ പോയി ഫുഡൊക്കെ കഴിച്ച് കറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കിടക്കാനായിട്ട് എൻ്റെ അടുത്ത് വരും. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ പുറത്തൊക്കെ പോയോ ഫുഡ് കഴിച്ചതിൻ്റെ കാര്യമാണോ അതോ കൊതുകടി ഉണ്ടാണോ എന്നും അറിയത്തില്ല. എൻ്റെ മോനക്ക് ചെറിയ പനി പോലെ വന്നു, മൂത്ത മോന്. അപ്പോഴത്തേക്ക് അവനക്ക് ഭയങ്കര ഫുഡൊന്നും കഴിയുമ്പോൾ ഛർദിലും കാര്യമല്ല. ആയിക്കോട്ടെ, നമ്മളിപ്പം ഹോസ്പിറ്റലിലാണ്. അതുകൂട്ടെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. ഭയങ്കര ചണ്ടി, എന്നാലും കുഴപ്പമില്ല. ഇന്ന് രാത്രി അതുകൂട്ട് എന്നോടാണ് ഹോസ്പിറ്റലിൽ. ചേട്ടൻ താഴെയുണ്ട്, ഇവിടെ നിന്ന് കാണാൻ താഴെയുണ്ട്. പിന്നെ അമ്മ കണ്ടോ, അമ്മ അടുത്തൊരു പരിചയക്കാരോട് നല്ലവണ്ണം സംസാരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജാണ്. എന്നിരുന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള നല്ല ശുദ്ധമായിട്ട് അടിപൊളിയായിട്ട് നല്ല നീറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഫുള്ള് അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നാണ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടില്ല, ഉടനെ തന്നെ കാണും. നമ്മൾ ഇപ്പോൾ 9 മാസം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. കൊച്ചിന് നല്ല വെയിറ്റ് വന്നിട്ടില്ല കേട്ടോ, 2.4 കിലോ ആയതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുവാണ്. ഇനി കുഞ്ഞ് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ബ്ലീഡിങ് ഒക്കെ നിന്നു. ഒരു 2 ദിവസത്തിനുള്ള ഡെലിവറി കാണും. അപ്പം നമുക്കൊണ്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരാഴ്ച എൻ്റെ കൂടെ അബിക്കുട്ടൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. പിന്നീടാണ് അബിക്കുട്ടന് ഇങ്ങനെ പനിയായത്. അപ്പോൾ പനി ആയപ്പോഴത്തേക്ക് ചേട്ടന് നമ്മുടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത കുഞ്ഞുങ്ങളെ വാർഡിൽ തന്നെ അബിക്കുട്ടനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കൂടെ ഒരു സ്ത്രീ വേണം, ആണുങ്ങൾക്ക് അവിടെയും പ്രവേശനമില്ല കേട്ടോ. അപ്പം അമ്മ എൻ്റെ കൂടെ നിൽക്കുവാണ്. അപ്പോൾ വേറെ ആരും, കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് ഞാൻ ഡെലിവറി നോക്കുന്നത്. കേരളത്തിൽ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടും പിന്നെ ആ ഒരു സൗകര്യക്കുറവും എല്ലാം കൊണ്ടിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ് 2ാമത്തെ ഡെലിവറി നോക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വേറെ കൂടെ നിൽക്കാൻ ആരുമില്ല. തമിഴ്നാട്ടിൽ തന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ്. അമ്മ മാത്രമേ നമ്മളെ കൂടെ ഉള്ളൂ, ശേഷൻ്റെ അമ്മ.
അപ്പോൾ ആകെ ഞാൻ അങ്ങ് വല്ലാണ്ടായി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യത്. അപ്പോൾ അവിടെയും ആൾ വേണം, കുഞ്ഞിൻ്റെ അടുത്ത് ആൾ വേണം. അപ്പോൾ എനിക്ക് എൻ്റെ മോനെ കാണാനും പറ്റുന്നില്ല, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. കുട്ടീൻ്റെ കാര്യം രാവിലെ വിളിച്ച് ചേട്ടനോട് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ്, ഇങ്ങനെ കാര്യമെല്ലാം പറഞ്ഞ്. രാവിലെ ഫുഡ് കഴിച്ച് എല്ലാം ഛർദ്ദിച്ച് പോയി. അങ്ങനെ പിന്നെ ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുകയാണ്. അമ്മ ഞാൻ വേട്ടെന്നങ്ങ് പറഞ്ഞു വിട്ടു. അപ്പം എനിക്ക് ഡെലിവറി കഴിഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് നേരം എനിക്ക് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മ അങ്ങ് മോൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അമ്മയെ കൂടെ അങ്ങ് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ വാർഡിൽ. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ആരെ വിളിക്കും വീട്ടിൽ. അങ്ങനെ പിന്നെ സൈഷയുടെ ചിറ്റപ്പൻ്റെ ഭാര്യനെ വിളിച്ചു, അതായത് ചിറ്റീനെ വിളിച്ചു. ചിറ്റീനെ വിളിച്ചപ്പോൾ ചിറ്റയ്ക്കും ഇങ്ങനെ അസുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ചിറ്റയുടെ മോളെ വിട്ടു. ചിറ്റയുടെ മോളെന്ന് വെച്ചാൽ സൈഷയുടെ ചിറ്റപ്പൻ്റെ മോള് എൻ്റെ നാത്തൂനാണ്. അപ്പോൾ ആ ചേച്ചി വഴിയാണ് ഞാൻ തമിഴ്നാട്ടിലോട്ട് സൈഷയുടെ എന്നെ കല്യാണം കഴിച്ചിട്ട് വരാൻ കാരണം തന്നെ. ആ ചേച്ചിയാണ് ആലോചിച്ചത് കേരളത്തിൽ വന്നപ്പോൾ. അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് വിളിച്ചു, എൻ്റെ കൂടെ നിൽക്കാനായിട്ട്. അപ്പോൾ ചേച്ചി സന്തോഷപൂർവ്വം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ധൈര്യമായി. കാരണം അമ്മ മോൻ്റെ അടുത്തുണ്ട്, ഈ ചേച്ചി എൻ്റെ അടുത്തുമുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ 2 ദിവസമൊക്കെ ഇങ്ങനെ ചെക്കപ്പും കാര്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വെയിറ്റ് കറക്റ്റായി. അപ്പോഴത്തേക്കും എനിക്ക് 9ാം മാസം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. 9ാം മാസം കഴിഞ്ഞ് 2 ദിവസം, 9ാം മാസം തുടങ്ങി 2 ദിവസം കഴിഞ്ഞു. കുഞ്ഞിൻ്റെ വെയിറ്റ് 2.6 ഒക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിനെ ഡെലിവറി ചെയ്യാം. പിന്നെ അത്രയ്ക്കും കണ്ടീഷൻ മോശമായിരുന്നു, കാരണം പ്ലാസൻ്റ് നല്ല താഴ്ന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു വെള്ളിയാഴ്ച ദിവസം ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അത് ആഗസ്റ്റ് 22, 2025 ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ചേച്ചി എന്നെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ബ്ലഡൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട്, സീരിയസ് ആയതുകൊണ്ട് ബ്ലഡൊക്കെ മുമ്പേ കൂട്ടി റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. നമ്മളിന്ന് ഡെലിവറിയാണ്, 8 മണിക്കാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം. വെള്ളിയാഴ്ച ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഓപ്പറേഷൻ നടത്തി കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സിസേറിയൻ ആയിരുന്നു ഇത്. കാരണം എൻ്റെ മൂത്ത മോൻ അബിക്കുട്ടനാണെങ്കിൽ ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ആ ഡെലിവറി കഴിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർമാരായിട്ടൊക്കെ നല്ല കമ്പനി ആയിരുന്നു, നല്ലവണ്ണം സംസാരിച്ചും പറഞ്ഞ് എനിക്ക് നമുക്ക് ുള്ള ഇഞ്ചക്ഷൻ വയ്ക്കുമല്ലോ, അപ്പോഴും നമ്മൾ വയറ് കീറുന്നതും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡോക്ടർ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചോദിച്ച് നല്ല സന്തോഷത്തോടെയാണ് എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചത്. ഈ രണ്ടാമത്തെ ഇയാളായപ്പോഴത്തേക്കും എനിക്ക് പ്ലാസൻ്റെ പ്രീവ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വയറ് കീറിയതും എൻ്റെ ബോധം പോയി. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല, പക്ഷേ എന്തൊക്കെയോ സംഭവിക്കുന്നു, വേറെ എന്തോ ലോകത്ത് എനിക്കൊരു ബോധം ഇല്ലാതായിപ്പോയി. എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം അത്രയും കണ്ടീഷൻ മോശമായിരുന്നു. ഒരുപാട് ബ്ലീഡിങ്, നല്ല ഹൈ ബ്ലീഡിങ് ആയിരുന്നു. ഡോക്ടർമാരെല്ലാം ടെൻഷൻ അടിച്ചിട്ട് ചേട്ടനോട് ചേച്ചിയോടും പറഞ്ഞ് ഇത്തിരി സീരിയസ് ആണ്. 4 കുപ്പി ബ്ലഡ് അടച്ചിട്ടും ബ്ലീഡിങ് നിൽക്കാത്ത സാഹചര്യം. അപ്പോൾ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട സാഹചര്യം വരെ വന്നു. അപ്പോൾ വേഗം ചേച്ചിയുടെ പുറത്ത് നിൽക്കുന്ന ചേച്ചീൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ചേട്ടനെയും വിളിച്ചിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. യൂട്രസ് റിമൂവ് ചെയ്തേ പറ്റൂ, അല്ല കണ്ടീഷൻ മോശമാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും അറിയുന്നില്ല. അപ്പോൾ ചേട്ടനെ സമ്മതിച്ചു, സൈനൊക്കെ ചെയ്ത് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ പ്രസവിച്ച് വാർഡിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന് കുത്താൻ സ്ഥലങ്ങളില്ല. കഴുത്തിലൂടെയും ഇടുപ്പിലൂടെയൊക്കെ ട്യൂബ് ഇട്ടിട്ട് ബ്ലഡ് കയറ്റുന്നു, പിന്നെ അല്ലാതെ ട്രിപ്പിൻ്റെത്, പിന്നെ യൂറിൻ ട്യൂബ്, എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ICUയിൽ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു നിമിഷം എനിക്ക് മറക്കാൻ പോലും പറ്റത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്കും വേദന. എനിക്ക് ബോധം വന്നപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ ചോദിക്കാൻ കൂടി
പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആംഗ്യം കാണിക്കും കുഞ്ഞേതാ. കാരണം മൂത്തത് ആണായതുകൊണ്ട് രണ്ടാമത്തത് ഞാൻ പെണ്ണിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പെൺകുഞ്ഞിന് വേണ്ടി. അപ്പോൾ എന്നിരുന്നാലും എൻ്റെ ഒരു പാതി ബോധത്തോടെ ഞാൻ ചോദിക്കുവാണ്, ചേച്ചിയോട് ചോദിക്കുകയാണ് ആണാണോ പെണ്ണാണ്. ചേച്ചി പറഞ്ഞാൽ ആൺകൊച്ചാണെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞിനെ കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ബോധം പോയും വന്നും കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒടുക്കത്ത നടുവേദന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടുവേദനയായിരുന്നു. നല്ലവണ്ണം വേദനയായിരുന്നു. എനിക്ക് ആ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയുന്നതുകൊണ്ട് മാത്രം പറയുവാണ് അങ്ങനെ ഒരു അവസ്ഥ. അതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഞാൻ മാനസികമായിട്ട് തകർന്നെന്ന് വെച്ചാൽ ആ സമയം എൻ്റെ അമ്മ കേരളത്തിൽ എന്താ പറയുക, നല്ലവണ്ണം സീരിയസ് ആയിട്ട്, അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കിടക്കുവാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ ആരും എന്നെ അറിയിച്ചിട്ടില്ല. കാരണം എനിക്ക് BP ഒക്കെ കയറുമെന്ന് വെച്ചിട്ട്. അമ്മയ്ക്ക് കുറവുണ്ട്, അസുഖം കുറവുണ്ട്, അമ്മയ്ക്ക് കിടക്കുകയാണെന്നൊക്കെ പറയുന്നത്. എന്നിരുന്നാലും വല്ലാത്തൊരു സീരിയസിലൂടെയായിരുന്നു എൻ്റെ അമ്മയും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. കാരണം അനിയന്മാരോ വീട്ടുകാരും എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു. എന്നെ അറിയിക്കാതെ തന്നെയാണ് എൻ്റെ അമ്മേനെ കാണിക്കാനായിട്ട് എന്നെ കൊണ്ടുപോയത്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനെ പ്രസവം കഴിഞ്ഞ് അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ആ ഒരു വെപ്രാളവും എല്ലാം കണ്ട് എൻ്റെ കൂടെ നിന്ന് ആ ചേച്ചി എന്നെ എന്താ പറയുക, നല്ല വിഷമമായി പോയി. ചേച്ചിക്ക് എന്നെ നോക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും നല്ല സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോലും വയതെ കിടക്കുന്ന കണ്ടിട്ട് ചേച്ചി പറയും എനിക്ക് വീട്ടിൽ പോകണം എന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് മാനസികമായിട്ട് എൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു ചേച്ചി എന്നപ്പോൾ ഒരു കാര്യം ചേച്ചീനെ എൻ്റെ മോൻ്റെ അടുത്തോട്ടാക്കാം. മോൻ പനിയായിട്ട് കിടക്കുമല്ലോ, മോൻ്റെ അടുത്തോട്ട് ആക്കാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആക്കും. ചേച്ചീനെ മോൻ്റെ അടുത്തോട്ട് ആക്കിയിട്ട് അമ്മേനെ എൻ്റെ അടുത്തോട്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അമ്മ എൻ്റെ അടുത്ത് നിന്ന് ഈ ചേച്ചി അങ്ങ് എൻ്റെ മോൻ്റെ അടുത്തും പോയി. പിന്നെ ചേച്ചി നല്ല ജോലിയായിരുന്നു. രണ്ടുപേരും കൂടി എൻ്റെ മോനെ ഡിസ്ചാർജായി. എൻ്റെ ചേട്ടൻ മോനെയും ചേച്ചിനെയും കൂടെ വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ പിന്നെ ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. പ്ലസിൻ്റെ പ്രിവ്യൂ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് മോനെ എന്താ പറയുക, മോനെ ഞാൻ കണ്ടു, എൻ്റെ രണ്ടാമത്തെ മകനെ. എല്ലാ അമ്മമാരോടും പോലെ തന്നെ നല്ല സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. ആ വേദന എല്ലാം മറന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ചയുടെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒരു 10-15 എന്ന് വെച്ചാൽ ഒരു മാസത്തോളം, ഒരു മാസം ആയില്ല, ഒരു മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പം മോന് 3 മാസമായി. അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. ഇപ്പോഴും അമ്മ തന്നെയാണ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ബെഡ് റെസ്റ്റ് ഇപ്പം ബെഡ് റെസ്റ്റിലാണ്. എന്നിരുന്നാലും കുഞ്ഞു ജോലികളൊക്കെ അമ്മയെ ചെയ്ത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. വീഡിയോ ഒക്കെ ഇടാൻ പറ്റായിരുന്നത്. അപ്പോൾ ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ആരും എന്നെ മറക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2-3 ഷോർട്ട് വീഡിയോ എൻ്റെ മോൻ്റെ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും പഴയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എന്നെ മറക്കാത്തതിൽ. ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. താങ്ക് യു.